കഴിച്ചു. അപ്പോൾ പെട്ടെന്ന് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ട്രെയിനിൽ ഇരുന്നു ഉറങ്ങി. ഞങ്ങൾ ഓടി ഒന്നും എടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഗൈസ്. അപ്പം ഞങ്ങൾ ഒരു 11 മണിയായപ്പോൾ ഞങ്ങൾ ട്രെയിനിലെത്തി കിടന്നു. അത് കഴിഞ്ഞിപ്പോൾ ഒരു 6 മണി ആയിട്ടുണ്ട് കേട്ടോ ഗൈസ്. അങ്ങനെ നമുക്ക് 6:30-ക്കാണ് എത്തേണ്ടത്. അതൊന്നുമല്ല രസം, ഞങ്ങൾ പോകുന്നത് നാഗർകോവിൽ നിന്ന് കന്യാകുമാരിയിലേക്ക് ഗൈസ്. അപ്പോൾ നമ്മൾ നാഗർകോവിൽ ടൗണിലെത്തിയിട്ട് നേരിട്ട് ട്രെയിൻ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ നേരെ നാഗർകോവിൽ ജംഗ്ഷനിലേക്ക് പോവാണ്. ഇത് കന്യാകുമാരിയിലേക്ക് പോകുന്ന ട്രെയിനാണ്. നമ്മൾ മാത്രമേ ഉള്ളൂ. ഇതാ അമ്മ ഇതാ. അപ്പൊ നമ്മൾ മാത്രമേ ആരില്ല. ഹലോ ഗൈസ്, നമ്മളിപ്പോൾ ഇനി മാങ്ങ മുറിക്കാണ് കേട്ടോ. മാങ്ങ മുറിക്കാൻ പോവാണ്. കന്യാകുമാരി എത്തി ഗൈസ്. നല്ല വെയിലാണ്. ഇറങ്ങെടുക്കണം. ഇപ്പൊ ഗൈസ് നമ്മൾ കന്യാകുമാരി നല്ല വെയിലാട്ടോ ഗൈസ്. ഇവിടെ നിന്ന് എൻജിൻ വേർപ്പെടുത്തുക കേട്ടോ. ഇവിടെ നിന്നാണ് ട്രെയിൻ അവസാനിക്കുന്നതും തുടങ്ങുന്നതും എന്നൊക്കെ പറയാം. ഇതൊക്കെ പ്ലാറ്റ്ഫോമിൻ്റെ ഉള്ളിലുള്ള കാഴ്ചകളാട്ടോ. അടിപൊളിയാണ് ഗൈസ്. അപ്പം നമ്മൾ റൂമിന് വേണ്ടി പോയതാണ്. അച്ഛൻ ഇപ്പം വന്നിട്ടില്ല. അപ്പം റൂം ബുക്ക് ചെയ്യണം, അങ്ങനെയൊക്കെ എന്തൊക്കെയാണ് പറയുന്നത്, നമുക്ക് മനസ്സിലായില്ല. പോയി നോക്കാം. അച്ചിച്ച് റെയിൽവേ ആയതുകൊണ്ട് നമുക്ക് ഗസ്റ്റ് റൂം കിട്ടുമായിരുന്നു. പക്ഷേ ഗസ്റ്റ് റൂം ബുക്ക് ചെയ്യാൻ കുറച്ച് നേരം വൈകിപ്പോയി. അപ്പോൾ ഗൈസ് നമ്മൾ വേറെ റൂം ബുക്ക് ചെയ്തപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവാം കേട്ടോ. നമ്മുടെ വിവേകാനന്ദ പാറയിലേക്ക് പോകാനുള്ള ടിക്കറ്റിൻ്റെ ക്യൂ ആണ്. എന്താ, നമ്മൾ ഹോട്ടൽ ബാലാജിയിലാണ് റൂം എടുത്തത്. 2000 രൂപയെ നമുക്കായിട്ടുള്ളൂ. AC ആണ്. പിന്നെ ഇതാണ് നമ്മുടെ ഓട്ടോറിക്ഷ. ഇതിലാണ് ഞങ്ങൾ വന്നത്. പിന്നെ ഇതാ നമ്മുടെ മുന്നിൽ തന്നെ അമ്പലം ഉണ്ട് കേട്ടോ. അതാണ് അടിപൊളിയായത്. റൂമിലേക്ക് പോവാണ്. ഫോർത്ത് ഫ്ലോറിലാണ് ഗൈസ്. ഹോളിഡേ ഹോമൊക്കെ ഉണ്ട്, അത് ഫുള്ളായി പോയി. അങ്ങനെ ഗൈസ്, അപ്പോൾ നമ്മൾ റൂമിലേക്ക് പോവുകയാണ്. അപ്പോൾ ഗൈസ് നമ്മൾ റൂമിലേക്ക് പോവാണ്. അപ്പോൾ നമ്മുടെ റൂം എങ്ങനെ ഉണ്ടാവും നമുക്ക് അറിയില്ല. നമുക്ക് പോയി നോക്കാം. നമ്മൾ റൂമിൽ എത്തിയിട്ടുണ്ട്. റൂം അടിപൊളിയാണ് ഗൈസ്. നല്ല സ്പേസ് ഉള്ളൊരു റൂമാണ് ഗൈസ്. എല്ലാവർക്കും വരാൻ പറ്റിയ റൂമാണ്. AC ആണ് ഗൈസ്. AC നല്ല സുഖമാണ്. എന്താ സുഖം. ആഹാ.
ഇതാണ് നമ്മുടെ ഉച്ചക്കത്തെ ഫുഡ്. അത് കഴിച്ചതിന് ശേഷം നമ്മൾ കുറച്ച് വിശ്രമമായി. അതിനുശേഷം ഞങ്ങൾ സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടി പോയി. ഇതാണ് നമ്മുടെ വിവേകാനന്ദ പാറ. അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിയൊക്കെ മൊത്തം ഫ്രൂട്ട്സ്, നമ്മുടെ ഉപ്പിലിട്ടത്, മാങ്ങ, ഈ ഉപ്പ് മുളകും ആക്കി വെച്ചത്, പാനിപൂരി, അങ്ങനെ എല്ലാ സാധനവും, ലൈമ്, മറ്റേ നമ്മളെ ഇളനി, അതെല്ലാം ഉണ്ട്. നമ്മൾ കുറച്ച് എന്തെങ്കിലും ഉച്ചയ്ക്കൊന്നും ഞങ്ങൾ കഴിച്ചില്ല. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചത് കാരണം നമ്മളൊന്നും കഴിച്ചില്ല. അപ്പം ഫുഡൊക്കെ പറഞ്ഞാൽ കാലിയാണ്. ഈ സ്പോട്ട് മൊത്തം കാലി. ഇവിടെ നിന്ന് ആരുമില്ല. ഉച്ച ടൈം ആയതുകൊണ്ട് ആരുമില്ല. നല്ല വെയിലായത് കാരണം ഞങ്ങൾ വിവേകാനന്ദ പാറയൊന്നും പോയില്ല. ടിക്കറ്റിനൊക്കെ 75 രൂപയാണ് നമ്മുടെ ടിക്കറ്റിന് വില കേട്ടോ. അപ്പം നമ്മൾ ക്യൂ ഇല്ലാതെ പോകണമെങ്കിൽ നമ്മൾ 300 രൂപ കൊടുത്ത് പോകണം. പിന്നെ നല്ല വെയിലായത് കാരണം നമ്മളങ്ങനെ പോയില്ല. നല്ല തിരക്കായിരുന്നു. പിന്നെ ഇതൊക്കെ നല്ല ബനിയന്, നല്ല ഡ്രസ്സുകളെല്ലാം ഉണ്ട് കേട്ടോ ഗൈസ്. ഭയങ്കര ഇഷ്ടപ്പെട്ട കുറഞ്ഞ വിലയുള്ള ഡ്രസ്സുകളൊക്കെയാണ് കേട്ടോ ഇവിടെ ഉള്ളത്. അപ്പം ഞങ്ങൾ ബാഗുകളൊക്കെ നല്ല ഡിസൈനുള്ള ബാഗുകളാണ് വാങ്ങി ഞങ്ങൾ. പിന്നെ ഇതിനൊക്കെ 5 രൂപയാണ് ഗൈസ് നമുക്കുള്ളത്. പിന്നെ ഇതാ ഈ റിബണ്, ഇതിനൊക്കെ 20 രൂപ, 30 രൂപ, 50 രൂപ. ക്വാളിറ്റി എങ്ങനെയാണെന്ന് നമുക്കറിയില്ല, എന്നാലും നല്ല ഭംഗിയുള്ള സംഭവങ്ങളായിരുന്നു. അപ്പം അങ്ങനെ ഭയങ്കര ഇഷ്ടമായി ഞങ്ങൾക്ക് എല്ലാവരും. ചിലതിനൊക്കെ നല്ല വില കേട്ടോ. കമ്മലൊക്കെ അടിപൊളിയാണ്. ഇതെന്താ സാധനം നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ അപ്പം കാണിച്ച അമ്പലത്തിലെ ഒരു ദേവിയെ പറ്റി കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ഈ ദേവിയുടെ മൂക്കുത്തി നല്ല തിളക്കാണ്. ഈ മൂക്കുത്തീൻ്റെ തിളക്കം കാരണമാണ് നമ്മുടെ ഈ ബോട്ടുകളൊക്കെ ഇങ്ങോട്ട് വരാറുള്ളത് കേട്ടോ. ഈ മൂക്കുത്തികളുടെ തിളക്കം കണ്ട് കപ്പലുകൾ വരെ വരാൻ തുടങ്ങി. പക്ഷേ കപ്പലുകൾക്ക് ഇത് കാരണം അപകടങ്ങളും വരാൻ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തിളക്കം കാണാത്ത വിധം മതിലുകൾ കെട്ടി. എനിക്ക് നിങ്ങളെ കാണിക്കാൻ പറ്റില്ല തിളക്കം. നല്ലൊരു ഭംഗിയാണ് തിളക്കം കാണാൻ. അത്രയും ഭംഗിയാണ്. കണ്ടാലും മതിയാവില്ല ഗൈസ് നമുക്ക്. പിന്നെ അവിടെ ഫോണൊന്നും കയറ്റാൻ കഴിയില്ല. അതുകൊണ്ടാണ് എനിക്ക് കാണിച്ചു തരാൻ പറ്റാത്തത്. നിങ്ങളെല്ലാവരും കാണേണ്ട കാഴ്ചയാണ് ആ തിളക്കം. പിന്നെ ഞങ്ങൾ ചോളൊക്കെ വാങ്ങി. പിന്നെ ഇത് മറ്റേ സോഡ വെള്ളമൊക്കെ കുടിക്കുന്നതും സോഡ വെള്ളം ഉണ്ടാക്കുന്നതൊക്കെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അവരുണ്ടാക്കുന്നത് കാണാൻ തന്നെ ഒരു ഭംഗിയാണ്. അപ്പം ഞാൻ ഒരിത്തിരി വീഡിയോ എടുത്തു. അപ്പം അതൊക്കെ തന്നെയാണ്. പിന്നെ ഞങ്ങൾ സോഡ വെള്ളം കുടിച്ചു ഒത്തിരി. നമ്മൾ ഉച്ചയ്ക്ക് കണ്ട പോലെയല്ല കേട്ടോ, നല്ല തിരക്കാണ്. നമുക്ക് ഉച്ചയ്ക്ക് നമ്മൾ തിരക്കൊന്നും ഇല്ലായിരുന്നല്ലോ, ഫുള്ള് തിരക്ക്, അനങ്ങാൻ കഴിയാത്ത തിരക്കാണ് കേട്ടോ. ഇവിടെ സുനാമി വന്നതാട്ടോ. അപ്പോൾ ഈ പാർക്കിൻ്റെ പേര് തന്നെ സുനാമി മെമ്മോറിയൽ പാർക്ക് എന്നാണ് കേട്ടോ. അപ്പം ഞങ്ങൾ കുറേ കളിച്ചു കേട്ടോ ഇവിടെ. എന്താ പറയുക, നല്ല പാർക്ക് പറഞ്ഞപ്പോൾ നമ്മൾ കുറേ സീസോ, സ്ലൈഡ്, അങ്ങനെയുള്ള എല്ലാ കളികളും ഇവിടെ ഉണ്ട് കേട്ടോ. ആ മുന്നിലുള്ള സിസ്റ്റർ ഞങ്ങളോട് ഭയങ്കര കമ്പനി ആയിരുന്നു കേട്ടോ. ഞങ്ങളെല്ലാവരും കൂടി ആയിരുന്നു കളിച്ചത്. ഫുള്ള് അവലെ ആ കുട്ടികളെ കൂടെയായിരുന്നു ഞങ്ങൾ കളിച്ചത് കേട്ടോ. നമ്മുടെ റൂമിൻ്റെ ടോപ്പ് കയറി നോക്കിയാൽ നമുക്ക് സൂര്യൻ അസ്തമിക്കുന്നതും സൂര്യൻ ഉദിക്കുന്നതും എല്ലാം നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ നോക്കിയപ്പോൾ ആ കടൽ വരെ കാണാം ഗൈസ് നമുക്ക്. ഗൈസ് നിങ്ങൾക്ക് വേറൊരു സാധനം കൂടി ഞാൻ കാണിച്ചു തരാം. ഇതൊന്നും അല്ല സംഭവം, ഇത് സൺ. പിന്നെ ഇതാ ഞാനൊന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇത് കണ്ടോ, അത് വിവേകാനന്ദ പാറ ആ ശില്പത്തിൻ്റെ തലയാട്ടോ അവിടെ നിൽക്കുന്നത്. എനിക്ക് ക്ലിയർ ആക്കാൻ ഭയങ്കര ദൂരെയാണ്, എന്നാലും അതാ അതിൻ്റെ തലയാട്ടോ ഗൈസ് അത് നിൽക്കുന്നത്. ഹലോ ഗൈസ്, അപ്പം നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.